എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ മഹോന്നത നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് പലരും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരുമല സഭയുടെ പേരിൽ എൻ്റെതായ പ്രത്യേകമായിട്ടുള്ള സന്തോഷത്തില് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നൊരു മഴ ദിവസമാണെന്ന് തോന്നുന്നു. നെറ്റിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ എനിക്കും ചെറിയൊരു കോൾഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ സാധാരണ ഒരുപാട് വേണം, ഇന്ന് എക്സ്ട്രാ വേണം. മാത്രമല്ല നമ്മള് വളരെ പരിചിതമല്ലാത്ത ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ശ്രദ്ധയോടെ ഇരിക്കാം. കഴിയുമെങ്കിൽ നോട്ടൊക്കെ എഴുതി അങ്ങനെ പോകാമെങ്കിൽ വളരെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പഴയ ഇതെല്ലാം വീഡിയോകളെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് ഒരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കാത്ത ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ കാലത്തേക്കും ആന്ത്രോപോളജി പഠിച്ചങ്ങ് ഹൃദ്യസ്ഥമാക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മള് ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യാത്മാവിനെ കുറിച്ചാണ്. മനുഷ്യന് ദൈവം നൽകിയ ഒരാത്മാവുണ്ട്. നമ്മൾ അതിനു മുമ്പേ ദേഹത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ മനുഷ്യാത്മാവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതായിരുന്നു. നമുക്ക് ദൈവം ഒരു മനുഷ്യാത്മാവിനെ തന്നിട്ടുണ്ട്. ആ ആത്മാവ് ദൈവാഭിമുഖ്യമുള്ള ഒരു ഘടകമാണ്. അപ്പം ആ ആത്മാവ് നമ്മളെ പല കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ട്. ആ ആത്മാവിന്റെ ബലഹീനതകളും പലപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് വളരെ സൗമ്യമായ ഒരാത്മാവായതുകൊണ്ട് ബാക്കി ഘടകങ്ങൾ പലപ്പോഴും പേടിപ്പിച്ചും വിരട്ടിയും ഒക്കെ ആത്മാവിനെ ഒതുക്കിക്കളയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ആത്മാവ് ചെയ്യേണ്ട ചുമതലകള് നിർവഹിക്കാൻ നമ്മൾ സമ്മതിക്കാറില്ല. അങ്ങനെ നമ്മളില് ധാരാളം പാപങ്ങളും തെറ്റുകളും ഒക്കെ കടന്നു വരാറുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് എറർ അനാലിസിസിനെ കുറിച്ചാണ്. നമ്മളില് തെറ്റുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, എവിടെയാണ്? ഇത് നമ്മുടെ ഓരോ ഘടകത്തെ കുറിച്ചും ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ബാക്കി ഘടകങ്ങളൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ആത്മാവുമായിട്ടുള്ള ബന്ധത്തില് ഈ എറർ അനാലിസിസിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു പോകാം. അപ്പൊ ഒരു മനുഷ്യന് തൻ്റെ തെറ്റുകളെ കുറിച്ച് വിശകലനം ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഒരു സ്റ്റൂളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഏതെങ്കിലും ഒരു ഇൻസിഡന്റിന്റെ വെളിച്ചത്തിലാണ്. അതിനെ നമുക്ക് ഒരു ആക്ഷൻ എന്ന് വിളിക്കാം. ഏതോ ഒരു ആക്ഷൻ. ഇത് സഭയിലെ ഒരു ആക്ഷൻ ആയിരിക്കട്ടെ. സഭയില് ഞായറാഴ്ച കഴിഞ്ഞപ്പോഴ് ഒരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരുത്തനെ ശരിക്കും അങ്ങ് ശരിപ്പെടുത്തി, വായി കേട്ടതെല്ലാം പറഞ്ഞു. അപ്പൊ ഇതിനകത്തെ ആക്ഷന് ചിലപ്പം കാലയെ കൂട്ടി തുടങ്ങിയതായിരിക്കും. ഇവനെ കുറിച്ച് പരദൂഷണം പറഞ്ഞു കാണും, സ്ലാൻഡർ ചെയ്ത് കാണും. കുറെ കാലമായിട്ട് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, എഴുതുകയായിരുന്നു ഇവനെ തൊലയ്ക്കാനായിട്ട്. പിന്നെ മീറ്റിംഗിൽ വന്നപ്പോഴ് അവനെ റെഡിക്യൂള് ചെയ്ത് കാണും, എന്ന് പറഞ്ഞാൽ കളിയാക്കി കാണും. അതുപോലെ തന്നെ അവനെ അബ്യൂസ് ചെയ്ത് കാണും, പറയരുതാത്ത വാക്കുകള്. നിന്റെ അപ്പനെ എനിക്കറിയാമിടാ, ആ പുള്ളി അങ്ങനെ ആയിരുന്നു. അവനെ കണ്ടമാനം അബ്യൂസ് ചെയ്ത് സംസാരിച്ചു കാണും. അവനെ അങ്ങ് കട്ട് ടു സൈസ് ആക്കി കാണും. അവനെ ശരിക്കും അങ്ങ് ചെറുതാക്കി ഒരു പരുവത്തിനാക്കി. ഈ ഒരു ആക്ഷനാണ് ആ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴ് ഈ പുള്ളിക്ക് എന്തോ ഒരു പരുവക്കേട് തോന്നി. എന്താ പറ്റിയേ? ഇതുപോലൊരു സ്റ്റൂളൊക്കെ പിടിച്ചിട്ട് ഇരുന്ന് പുള്ളി ചിന്തിക്കാനായിട്ട് തുടങ്ങി. എവിടെയാ തെറ്റുപറ്റി, എന്തായിരിക്കാം പ്രശ്നം? അപ്പോഴ് ഇതിനൊരു സർക്കംസ്റ്റാൻസ് കാണും, ഇങ്ങനെ ഈ പുള്ളി ബിഹേവ് ചെയ്തേന്ന്. അപ്പൊ ആ സർക്കംസ്റ്റാൻസ് എന്തൊക്കെയാ? ചുറ്റുപാട്. ഇത് എങ്ങനെയാ ഈ ലെവലിൽ എത്തിയത്? ഒരുപക്ഷെ സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത്
മറ്റേയാള് നന്നായിട്ട് സംസാരിച്ചെന്നുള്ളതായിരിക്കും. സ്പീക്കിംഗ് വെൽ, മറ്റേയാൾ നന്നായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്, അതെനിക്ക് എന്തോ ഒരു കംഫർട്ട് കുറവ് തോന്നുന്നുണ്ട്. അതേഴ്സ് ലവ് ഹിം മോർ ദാൻ മീ. അതുപോലെ അതേഴ്സ് റെസ്പെക്ട് ഹിം. അപ്പൊ ഇങ്ങനെയൊക്കെയായി. ഇതാണ് സർക്കംസ്റ്റാൻസ്. ഇതൊക്കെ സംഭവിച്ചപ്പോഴ് ഇതാണ് എൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയത്. ഒരുപക്ഷെ എനിക്ക് പോലും അറിയത്തില്ലായിരിക്കും ഇതാണ് എൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയെന്ന്. അപ്പൊ ഞാൻ മനസ്സിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് ചിന്തിച്ചു. അപ്പൊ ആദ്യം തൊട്ടേ മനസ്സിൽ എന്തൊക്കെയാ വന്നേ? മനസ്സിൽ വന്നത് മൈൻഡിൽ വന്ന കാര്യങ്ങൾ, അത് ഫാക്ട്സ് ആൻഡ് റിപ്പോർട്ട്സാ. എന്തൊക്കെയാ സംഭവിച്ചത്? അപ്പം അവൻ നന്നായിട്ട് സംസാരിച്ചു, അപ്പം അവൻ ഒരു ദിവസം നേതാവാകും. ഹി മേ ബിക്കം ലീഡർ. രണ്ടാമത്, ഞാൻ ലീഡർ ആയില്ല എന്ന് വരും. ഐ മേ നോട്ട്. എനിക്കപ്പം നേതൃത്വം കിട്ടിയില്ല എന്ന് വരും. എന്റെ കാര്യം പുകയാണ്. there is a risk. ഇത് പരിഹരിക്കണേല് ഒന്നുകിൽ ഇവനെ ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇംപ്രൂവ് ചെയ്യണം. ഞാൻ നല്ല ആത്മീയനൊക്കെ ആയിട്ട് വചനമൊക്കെ പഠിച്ച് ഇവൻ ചെയ്യുന്നത് പോലെ അല്ലെ അതിൽ ഭംഗിയായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ എനിക്കാകാം. ഇതൊക്കെയാണ് ഇവന്റെ മനസ്സിൽ കൂടെ പോകുന്നത്. അപ്പം ഹൃദയത്തിൽ എന്തോ തോന്നും? ഹാർട്ടില് ഭയങ്കര ഗ്രീഫ്, സങ്കടം. അയ്യോ എന്റെ കാര്യം കട്ട പുകയായി. ഞാൻ വിചാരിച്ചാൽ ഇവന്റെ കൂട്ടൊന്നും ആകാൻ പറ്റത്തില്ല, എന്റെ നേതൃത്വ സ്വപ്നമൊക്കെ പോയി. അതുപോലെ അവനോട് ഹെയ്റ്റ്രഡ് തോന്നി, ഭയങ്കര ഹെയ്റ്റ്രഡ്, പക ഹൃദയത്തില്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെപ്പാടെ ദുഃഖം, അവനോട് ഭയങ്കര ദേഷ്യം. ഇങ്ങനെ ഞാന് ബേൺ ചെയ്തിരിക്കുക. അപ്പോഴ് ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ഫ്ലഷിലേക്ക് പോയി. ഫ്ലഷ്, നമ്മുടെ ജഡമുണ്ടല്ലോ, അത് ഈ ശരീരമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ സാധനം അല്ലേ, ഒരു സോഫ്റ്റ്വെയർ. അപ്പം ഫ്ലഷ് പറഞ്ഞു അവനെ ശരിയാക്കും, അതോടെ ആ പ്രശ്നം അങ്ങ് തീരും. ഈ രാഷ്ട്രീയക്കാരൊക്കെ ചിന്തിക്കുന്ന പോലെ ഫിനിഷിങ്. ഫ്ലഷ് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തു മൈൻഡിന്, അവനെ അങ്ങ് ശരിയാക്കിക്കളാം. അപ്പം ആദ്യം തൊട്ട് ചിന്തിച്ചാല് സഭയിൽ ഒരു വഴക്കുണ്ടാക്കി വെച്ച് വന്നിരിക്കുക, വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഒരു മൂഡ് കിട്ടുന്നില്ല. അപ്പം ചിന്തിച്ചു ഞാൻ എന്തൊക്കെയാ ചെയ്തേ. അപ്പം മനസ്സിലായി ഞാൻ കുറെ കാലമായിട്ട് ഇവനെതിരെ ദുരാരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇവനെ നാറ്റിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവനെതിരെ പല എഴുത്തുകളും ഒക്കെ എഴുതുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരെല്ലാം കൂടെ ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ബിസിനസ് മീറ്റിംഗ് വന്നപ്പോൾ ഒരു അവസരം കിട്ടി, അവനെ ശരിക്കും അങ്ങ് കളിയാക്കി, അവനെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ച് ശരിയാക്കി, അവനെ അങ്ങ് ചെറുതാക്കി, കട്ട് ടു സൈസ്. അവന്റെ മുഖം കാണുമായിരുന്നു, കണ്ണീര് വരുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ഇതിന്റെ സർക്കംസ്റ്റൻസ് എന്നാ? മറ്റേ ആള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും കഴിവുണ്ട്, ബാക്കിയുള്ളവർക്കെല്ലാം അയാളോട് വലിയ സ്നേഹമാ, അവനെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിൽ ഈ വാർത്തയൊക്കെ കിട്ടി, കണ്ണുകൊണ്ടിലൂടെയും ചെവിയിലൂടെയും ഒക്കെ വാർത്ത കിട്ടിയപ്പോഴ് അവൻ ഒരു ദിവസം ലീഡറാകും. അയ്യോ ഞാനാകത്തില്ല, എനിക്ക് വലിയൊരു റിസ്ക് ആണ്, ഇവൻ എനിക്കൊരു ഭീഷണിയാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇവനെ തീർക്കണം, അല്ലെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും നോക്കിയാൽ പറ്റത്തില്ല, ഞാൻ എത്ര ശ്രമിച്ചതാ, നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് ഹൃദയത്തിൽ ഭയങ്കര ദുഃഖം. എടാ എന്റെ കാര്യം ഇങ്ങനെ ആയി പോയല്ലോ. മാത്രമല്ല അവനോട് ഒടുങ്ങാത്ത പകയാ, പിന്നെ ശരിയാണ്. ഈ വാർത്തയെല്ലാം കൂടെ ഫ്ലഷിലെത്തിയപ്പം ഫ്ലഷ് ഒരു സജഷൻ കൊടുത്ത് അവനെ അങ്ങ്
ഫിനിഷ് ചെയ്തേര്. അപ്പൊ നമ്മൾ ഇത്രയല്ലല്ലോ, ഇനിയുണ്ടല്ലോ ഘടകങ്ങള്. സ്പിരിറ്റ് ഉണ്ടല്ലേ. അപ്പൊ സ്പിരിറ്റ് അവിടെ ഇരുന്ന് പറഞ്ഞു, ഇല്ല, പാടില്ല, നോ, യു ആർ എ ബിലീവർ, നീ ഒരു വിശ്വാസിയാ, ഇങ്ങനെ ഒരുത്തനെ ശരിയാക്കാൻ പോകുന്നൊന്നും ശരിയല്ല, ജഡികന്മാരാ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് സ്പിരിറ്റ് പറഞ്ഞു. ഇപ്പം കോൺഷ്യൻസ് ഭയങ്കര വാണിങ് കൊടുത്തു. പാടില്ല, കോൺഷ്യൻസ്. നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ ആഴ്ച ഇന്നാള് പ്രസംഗിച്ചപ്പോ അത് പറഞ്ഞതല്ലേ? ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഈ പറയുന്ന പോലെ അവന് ഒരു കുഴപ്പക്കാരനൊന്നുമല്ല, അവനെ ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല, അവന്റെ കഴിഞ്ഞകാല പാപങ്ങള് വിളിച്ചു പറഞ്ഞവനെ നാറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ സ്പിരിറ്റും കോൺഷ്യൻസും എതിര് പറഞ്ഞു. ഇനിയുള്ളത് എന്താ? ഇനിയുള്ളത് പ്രധാനപ്പെട്ടത് വില്ലാണ്, ഇച്ഛ. അപ്പൊ ഇച്ഛ പറഞ്ഞു, ഹൃദയത്തിന്റെ ഈ ദുഃഖവും ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ കണ്ടപ്പം വില്ല് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, ആത്മാവിനെയും കോൺഷ്യൻസിനെയൊക്കെ ഓവർ റൂൾ ചെയ്തു. അങ്ങനെയൊക്കെ പറയും. ഈ ലോകത്ത് എല്ലാവരും ഇങ്ങനെ അങ്ങേതിലെ അവറാച്ച ഇനി നിലയിലെത്തിയത് ഇങ്ങനെ എത്ര പേരെ ശരിയാക്കിയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഈ ലോകത്തില് എല്ലാരും ഇങ്ങനെയൊക്കെയാ വളർന്നു വന്നിട്ടുള്ളത്, ഞാൻ മാത്രം ഇതിനാ മടിച്ചു നിൽക്കുന്നത്, അതുകൊണ്ട് ഐ വിൽ ഫിനിഷ് ഹിം. അതായത് ഫ്ലഷ് പറഞ്ഞ കാര്യത്തിന് വില്ല് സമ്മതം പറഞ്ഞു. അപ്പൊ എന്നെ പറ്റി ബോഡിക്ക് ഉത്തരവ് കിട്ടി. അപ്പം ബോഡി ആക്ഷനിലേക്ക് പോവുക. ബ്രെയിന്, വായ്, കയ്യ്, എഴുതണേലൊക്കെ കൈയൊക്കെ ഉപയോഗിക്കണമല്ലോ അല്ലെ, ചൂണ്ടി വർത്താനം പറയണം. ശരീരം ഉത്തരവ് കൊടുത്തു, ശരീരത്തിന് സോള് ഉത്തരവ് കൊടുത്തു, ആക്ഷനിലേക്ക് പോയി. അങ്ങനെയാണ് സഭയിലെ ആ വഴക്കുണ്ടായത്. വാസ്തവത്തില് ഇതിന്റെ എല്ലാം തുടക്കം ആ മറ്റേയാള് ഒരാത്മീകനാണ്, നല്ല ശുശ്രൂഷ ചെയ്യുന്നു, അവനെ എല്ലാവരും സ്നേഹിക്കുന്നു, ഭാവിയിലെ ഒരു സഭയുടെ മൂപ്പനായേക്കാം, ഇതിലൊക്കെ തുടങ്ങിയ ആ വിവരങ്ങള് മൈൻഡിൽ വന്നപ്പം തുടങ്ങിയ ആ ഡിസ്കംഫർട്ട്, അത് ഹൃദയത്തില് അസൂയയും പിണക്കവും പകയുമായിട്ടൊക്കെയുള്ള ഫീലിങ്സ്, അതുപോലെ ഇമോഷൻസ് ഒക്കെ തോന്നി. അത് ഫ്ലഷ് ഏറ്റുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അവനെ അങ്ങ് ശരിയാക്കി. ഈ ലോകത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ ഇച്ഛാശക്തി തീരുമാനത്തിനായിട്ട് വന്നു. ഇച്ഛാശക്തി പറഞ്ഞു, ഓക്കെ, നമ്മുടെ തീരുമാനം എടുക്കുന്ന കേന്ദ്രം എന്നാൽ അങ്ങനെ ആട്ടെ. സ്പിരിറ്റിന്റെയും കോൺഷ്യൻസിന്റെയും ആ നേർത്ത ശബ്ദത്തെ ഒക്കെ അവഗണിച്ച് ഹൃദയത്തിന്റെ ആ വലിയ സങ്കടവും ഹൃദയത്തിലെ അസൂയയും പകയും പിണക്കും ഒക്കെ ഓർത്ത്, മാത്രമല്ല മൈൻഡ് പറഞ്ഞില്ലേ എനിക്ക് രക്ഷയില്ല, വലിയ റിസ്കാന്ന് പറഞ്ഞില്ലേ, എന്നാല് ഫ്ലഷ് പറഞ്ഞതുപോലെ ഇവനെ ശരിയാക്കിയേക്കാം. അങ്ങനെ ബോഡി അന്ന് ആക്ഷനിലേക്ക് പോയി. അങ്ങനെ സഭാ ഹാളില് ഞാന് മല്ല് ജയിച്ചു. വീട്ടിൽ വന്നപ്പോഴ് എന്തോ ഒരു സുഖക്കുറവ്. അന്നേരമാണ് ഈ എറർ അനാലിസിസിന് പോകുന്നത്. ഇതുപോലെ ചിലപ്പോഴ് കുടുംബജീവിതത്തിൽ ഇതുപോലെ ആകും. ഭാര്യയെ പണ്ട് തൊട്ടുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ച്, എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ ആദരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നോട് പഴയ പോലുള്ള ബഹുമാനമില്ല, അല്ലെ ചില സംശയങ്ങള്. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോഴാ ഒരു ദിവസം കറിക്ക് ഉപ്പില്ല. അപ്പോഴ് ശരിക്കും അതൊക്കെ ഉപയോഗിച്ച് 2 പെരുക്ക് കൊടുത്തു. വല്യപ്പച്ചനെ തൊട്ട് പറഞ്ഞു, ആകെപ്പാടെ പ്രശ്നമായി അല്ലേ. നമ്മുടെ ജീവിതത്തില് ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഒരു ഡിസ്കംഫർട്ട് തരുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തില് ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉടനെ തന്നെ എന്തുകൊണ്ടിത് എന്ന് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മള് ആ പാപത്തില് നമ്മള് അങ്ങനെ തന്നെ നമ്മള് ആയിപ്പോയി എന്ന് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ ഇടയ്ക്ക് പരിശോധിക്കുകയും
നമ്മുടെ കുറവുകൾ കണ്ടെത്തിയിട്ട് പരിഹരിക്കുകയും വേണം. ഇത് കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും അതുപോലെ ഓഫീസിലെ ജീവിതത്തിലും എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ടൊന്ന് പരിശോധിക്കണം, എവിടെയാ തകരാറ് വന്നേ. ഇപ്പൊ നമ്മൾ തകരാറ് നോക്കിയാല് മൈൻഡിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല. മൈൻഡ് ഒരു വിശകലനം നടത്തുന്ന യന്ത്രമാണ്. പക്ഷേ മൈൻഡില് ഈ കാര്യങ്ങളൊക്കെ മറ്റേ ആള് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു, ആ ആളിനോട് എല്ലാവർക്കും സ്നേഹമാ, ഒരുപക്ഷെ ആ ആളെ എല്ലാവരും സഭയുടെ ഭാവി നേതാവാക്കിന്ന് വന്നേക്കാം. ഇങ്ങനെയുള്ള ആ സത്യസന്ധമായ അനാലിസിസ് മൈൻഡിൽ വന്നപ്പോഴത്തേക്ക് ഹൃദയം അങ്ങ് പിണങ്ങി, അല്ലെ? അപ്പൊ ഹൃദയം കുറ്റക്കാരനാണ്. രണ്ടാമത് ഫ്ലഷ്. പിന്നെ ഇങ്ങനത്തെ അഭിപ്രായമേ പറയത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ ഇന്ന് ക്ലാസ്സിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഫ്ലഷിലേക്ക് കടക്കുമ്പോൾ അറിയാം. ഇതിന്റെ ഉപദേശം എപ്പോഴും ഇങ്ങനെ, പ്രായോഗികതാവാദിയാണ് ഫ്ലഷ്, നമ്മുടെ ജഡം. പ്രായോഗികത. എല്ലാരും എന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില്? ഈ പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ, ഈ റിസ്ക് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് 4 പേര് ചെയ്യുന്ന കാര്യം പറഞ്ഞു തരിക. പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ ബുദ്ധിയും ഞാനും ഒക്കെ അനുസരിച്ച് ഇതെങ്ങനെയാ കൈകാര്യം ചെയ്തത്. അപ്പം ഫ്ലഷ് ഏതായാലും അല്ലെങ്കിലും പുള്ളി എപ്പോഴും കുഴപ്പക്കാരനാ, മിക്കവാറും കുഴപ്പക്കാരനാ. ഈ പ്രത്യേക ആക്ഷനിലും പുള്ളി കുഴപ്പക്കാരനാ. പിന്നെ ഹാർട്ട്, അതുപോലെ ഫ്ലഷ്. പിന്നെ നമ്മുടെ ആത്മാവ് ബലഹീനമായി പോയി, കുറച്ചുകൂടെ ഒന്ന് ഉറച്ചു പറയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ആത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള എക്സസൈസുകള്, വചനവായന, പ്രാർത്ഥന, അതുപോലെ കൂട്ടായ്മകള്, ഇതൊന്നും ചെയ്യാഞ്ഞത് കൊണ്ട് ആത്മാവ് ബലഹീനമായി പോയി, വളരെ നേർത്ത ശബ്ദമായി പോയി. അയ്യോ നീ വിശ്വാസിയാ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ജഡികതയാണ് എന്നൊക്കെ ആത്മാവ് മെല്ലേക്ക് എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ആത്മാവിന് ശക്തിയില്ലാതായി പോയി. അപ്പൊ ആത്മാവിലും കുഴപ്പമുണ്ട്. കോൺഷ്യൻസും കുറെ ബഹളം ഒക്കെ വെച്ച് നോക്കി, കുറെ കഴിഞ്ഞപ്പോഴ് കോൺഷ്യൻസ് അങ്ങ് കടുത്തുപോയി. ഇതിന് ഒന്നും ഫീൽ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്കായി പോവുക. അപ്പം ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള എറർ അനാലിസിസ് ചെയ്യുമ്പോൾ അവന്റെ ഏത് ഘടകമാ ഈ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിച്ചെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആത്മാവ് ബലഹീനമായി പോയൊരു കേസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആത്മാവിന് വേണ്ട ആഹാരങ്ങൾ ധാരാളം കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫ്ലഷ് കുഴപ്പക്കാരനാണെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തണം. അവൻ പറയുന്ന ഒന്നും കേൾക്കുകയില്ലെന്നുള്ള അവസ്ഥ വരണം. ഇപ്പോഴെന്നാന്ന് ചോദിച്ചാല് ഫ്ലഷ് എന്താ പറയുന്ന, ആത്മാവ് എന്നാ പറയുന്ന, ആരെന്ത് പറയുന്നു നമുക്കൊരു പിടിയില്ല. എന്തൊക്കെയോ തോന്നുന്നു, അതുപോലെ നമ്മൾ അങ്ങ് ചെയ്യുക. നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്താൽ, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയാൽ എവിടെയാ കുഴപ്പമെന്ന് മനസ്സിലാവും. അങ്ങനെ കുഴപ്പം കണ്ടുപിടിച്ചാല് നമ്മൾ പശ്ചാത്തപിക്കണം. കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിനെ പട്ടിണി ഇട്ടത് കൊണ്ടാണ് ഈ അവസ്ഥ വന്നത്. എൻ്റെ ആത്മാവ് ശക്തനായിരുന്നെങ്കിൽ ഈ ഒരു നടപടി എന്നിൽ ഉണ്ടാകുകയില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ജഡത്തെയാണ് ഞാൻ ഇന്നും അനുസരിക്കുന്നത്, ഞാനൊരു ജഡികനാണ്, ആത്മാവിനെ അല്ല എന്ന് നമ്മൾ പശ്ചാത്തപിക്കണം. കഴിഞ്ഞകാല കുറ്റങ്ങള്, ബൈബിള് വായിക്കേണ്ട സമയത്ത് വായിക്കാതിരുന്നത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ ഇരുന്നത്, അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകേണ്ട സമയത്ത് കൂട്ടായ്മയ്ക്ക് പോകാതിരുന്നത്, ഇങ്ങനെയുള്ള അനേകം കുറ്റങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ സെൻസിറ്റീവ് ആയിരിക്കുന്നത്, തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അസൂയ തോന്നുന്നത് എന്തുകൊണ്ടാ? ആ ഹൃദയത്തിന് ഒരു പരിച്ഛേദന ആവശ്യമായിരുന്നു, ഒരു മുറിച്ചുമാറ്റൽ ആവശ്യമായിരുന്നു. അതില് ദൈവത്തിന്റെ വചനം എഴുതി സൂക്ഷിക്കണമായിരുന്നു. അതൊക്കെ ചെയ്യാഞ്ഞോണ്ടാ. അപ്പം നമ്മൾ പശ്ചാത്തപിക്കണം. നമ്മൾ ആത്മാവിനെ കുറിച്ച് മാത്രമാണല്ലോ ഇവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ നമ്മള് ശക്തിപ്പെടുത്താനായിട്ട് കഴിയാഞ്ഞതിൽ ദുഃഖിക്കുകയും മാത്രമല്ല, ഈ തെറ്റ് എന്റെ ഭാഗത്തു നിന്ന് എന്റെ സഹോദരനെതിരെ വാസ്തവത്തിൽ കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭകളിലൊക്കെ എത്ര കൊലപാതകങ്ങളാ! നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്താല് കൊലപാതകങ്ങളുടെ ചന്തയാ. ഓരോരുത്തരെയും ഇങ്ങനെ കൊന്നു കെട്ടിത്തൂക്കുക. പണ്ട് നിനവേക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ ശത്രുക്കളെ കൊന്നിട്ട് തല വെട്ടിക്കൊണ്ടുവന്ന് തലയോട്ടി മരത്തെ കെട്ടിത്തൂക്കുമായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ തലയോട്ടികൾ കെട്ടിത്തൂക്കുന്ന സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട്, ഞാൻ ഈ മറ്റൊരാളെ കൊല്ലാനായിട്ട് നടക്കുന്നത്, ശിരച്ഛേദം ചെയ്യാൻ നടക്കുന്നത്, അല്ലെങ്കിൽ സ്വഭാവ ഹത്യക്ക് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ, നമ്മളൊന്ന് പശ്ചാത്താപിച്ചിരുന്നെങ്കിൽ, ഈ പശ്ചാത്താപം
വളരെ എഫക്റ്റീവാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചിന്തിച്ചു തുടങ്ങിയതാ. എന്താ കാരണം? പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ, താപം എന്ന് പറഞ്ഞാൽ തന്നെ ചൂടാ. നമ്മളെ തന്നെ തീയിലിട്ട് ചൂട് കൊടുത്ത് വേവിക്കുക, തപിക്കുക, സ്വയം കത്തിക്കുക. ഞാന് ഈ കുഞ്ഞുങ്ങളൊക്കെ തീരെ കൊച്ചുങ്ങളായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ ആരുടെ അടുത്ത് ആ തെറ്റെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ആളിനോട് പറയും, ക്ഷമ ചോദിക്കാൻ പറയുമായിരുന്നു. നീ ചെയ്ത തെറ്റാണെന്നൊക്കെ സമ്മതിക്കും, പക്ഷേ ക്ഷമ ചോദിക്കാൻ മാത്രം പറ്റിയില്ല. നോബഡി വാണ്ട്സ് ടു റിപ്പന്റ്, നോബഡി വാണ്ട്സ് ടു ബെഗ് ഫർഗീവ്നെസ്. നമ്മുടെ എല്ലാ സ്വഭാവം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് പശ്ചാത്തപിക്കേണ്ടി വന്നാൽ, ക്ഷമ പറയേണ്ടി വന്നാൽ, തെറ്റേറ്റു പറയേണ്ടി വന്നാൽ, അത് നമ്മളെ തീ കൊണ്ട് ദഹിപ്പിക്കുന്നത് പോലെ ഭയങ്കര ഒരു ശിക്ഷയാണ്. ഒരിക്കല് ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ആളിന് അതേ തെറ്റ് വരാനുള്ള സാധ്യത പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരിക്കലും ആവർത്തിക്കുകയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ദുഃഖിക്കുന്ന ആളിന് അതേ തെറ്റ് പിന്നീട് വരാനുള്ള സാധ്യത കുറയുക. നമ്മുടെ പാപങ്ങളെ കെടുത്തിക്കളയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പശ്ചാത്തപിക്കുക, സ്വയം തപിക്കുക, ആ തീയിലിട്ട് നമ്മളെ ദഹിപ്പിക്കുക. അപ്പം പിന്നെ നമ്മുടെ ഭയങ്കര ഈഗോയിസ്റ്റ് ആയിട്ടുള്ള സ്വയബോധമുള്ള ദേഹിക്ക് അതേ തെറ്റ് ചെയ്യാനുള്ള സാധ്യത പിന്നെ കുറഞ്ഞു വരും, മടിയാകും. അപ്പം നമ്മളെ തന്നെ ശിക്ഷിക്കണം. അത്രയും ശക്തമായ ശിക്ഷ ദേഹിയെയും ശരീരത്തെയും ദുർബലപ്പെടുത്തുകയും മനുഷ്യാത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മള് പശ്ചാത്തപിക്കുമ്പം പരിശുദ്ധാത്മാവ് പടക്കം മേടിച്ച് പൊട്ടിക്കും. അതുപോലെ നമ്മുടെ ആത്മാവിനും ഭയങ്കര സന്തോഷമാണ്, കൊള്ളാം. നമ്മുടെ ദേഹിക്ക് ഭയങ്കര വിഷമമാണ്, അയ്യോ ഈ ഗതികേട് എനിക്ക് വന്നല്ലോ, പശ്ചാത്തപിക്കേണ്ടി വന്നല്ലോ. ദൈവത്തിന്റെ അടുത്ത് പശ്ചാത്തപിക്കാൻ പോലും നമ്മൾ മടിയുള്ളവരാ. അപ്പൊ പശ്ചാത്താപം ഒരു വലിയ മരുന്നാണ് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താനായിട്ട്. നമ്മുടെ ആത്മാവ് അപ്പൊ ശക്തിപ്പെടും, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വർദ്ധിക്കും. മാത്രമല്ല നമ്മുടെ മനസാക്ഷിയും സ്ട്രോങ്ങർ ആകും, ശക്തിയുള്ളതാകും. അങ്ങനെ നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള തെറ്റുകള് ആവർത്തിക്കപ്പെടാനുള്ള കൃപ ധാരാളമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് വരാം. നമ്മൾ ആത്മാവിനെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാകുമ്പോ ഈ ആത്മാവിന് എന്നാ പറ്റുന്നത്? എങ്ങോട്ട് പോകും? തെക്കോട്ടോ വടക്കോട്ടോ? അതോ മുകളിലോട്ടോ താഴോട്ടോ? വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മരണാനന്തര പുനരുത്ഥാനം ഉണ്ടെന്ന് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 24:14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസിക്കും അവിശ്വാസിക്കും പുനരുത്ഥാനമുണ്ട്. വിശ്വാസിക്കും അവിശ്വാസിക്കും പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനത്തിന്റെ കാര്യത്തിൽ അവര് തുല്യരാ, പക്ഷെ പുനരുദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തുല്യരല്ല. In the matter of resurrection they are equal, but once resurrected they are not going to be equal, they are going to be totally different. പക്ഷേ the fact remains that every human being has a resurrection. Okay, മരണശേഷം ഒരുമിച്ചിരിക്കുന്ന ദേഹിയും ആത്മാവും പുനർനിർമ്മിക്കപ്പെടുന്ന ശരീരത്തിൽ വീണ്ടും പ്രവേശിക്കുകയും പുനരുദ്ധാനം സംഭവിക്കുകയും ചെയ്യും. The body combines with the soul and spirit. സോളും സ്പിരിറ്റും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അത് ദൈവസന്നിധിയിലാണെങ്കിലും അല്ല യാതനാ സ്ഥലത്താണെങ്കിലും അത് ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അതും പുനരുദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട, നമ്മൾ ചാകുമ്പോഴ് നമ്മുടെ മോളിക്യൂൾസ് വരെ അഴിച്ചു മാറ്റി ഒരു എക്യുപ്മെന്റ് ഡിസ്മാൻഡിൽ ചെയ്യുന്ന പോലെ നമ്മളെ അഴിച്ചു മാറ്റുക. കർത്താവിന്റെ ആ വിളി കേൾക്കുമ്പോഴ്, വിശ്വാസികളുടെ വിളിയും അവിശ്വാസികളുടെ വിളിയും വേറെ വേറെ സമയത്താണ്. ആ വിളി കേൾക്കുമ്പോഴ് നമ്മുടെ ദേഹം പുനഃസ്ഥാപിക്കപ്പെടും. അതിന്റെ നട്ടും ബോൾട്ടും എല്ലാം ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഒരുമിച്ച് ചേർന്ന് ശരീരം പുനഃസ്ഥാപിക്കപ്പെടും. അതിലേക്ക് നമ്മുടെ സോളും നമ്മുടെ ദേഹിയും ആത്മാവും പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. മരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ആത്മാവ് ദേഹിയോടൊപ്പം ദൈവസന്നിധിയിലേക്ക് പോകുന്നു. ഫിലിപ്പിയർ 1:23-24 വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് ഏറെ ഉത്തമമാണ്, എനിക്കത് വലിയ ആഗ്രഹമാണ്. പക്ഷെ നിങ്ങൾ നിമിത്തം ഇപ്പോഴിങ്ങനെ ഇരിക്കേണ്ടി വരുന്നു, ഞാൻ അതുകൊണ്ട് അതിനും മടിക്കത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ്. അപ്പം ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോടുകൂടെ പോവുക. എന്നാൽ ക്രിസ്തുവിന്റെ വരവെങ്കിൽ മരിച്ച വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ഭാവി മഹത്വത്തിനായി കർത്താവിനോടുകൂടെ ചേരുകയും ചെയ്യും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ വരുമ്പോഴ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും, മധ്യാകാശത്തിൽ കർത്താവിനോടുകൂടെ ചേരും.
എല്ലാ കാലത്തുമുള്ള അവിശ്വാസികളും പഴയ നിയമ വിശുദ്ധരും അവരുടെ ആത്മാവ് ദൈവം സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെയും ദൈവം ദേഹിയെയും ദൈവം സൂക്ഷിക്കുന്നത് പാതാളത്തിലാണ്. പഴയ നിയമവിശ്വാസികളും അതുപോലെ എല്ലാ കാലത്തുമുള്ള അവിശ്വാസികളും, ഇന്നുള്ളവരായാലും പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നവരായാലും അവരെല്ലാം സൂക്ഷിക്കപ്പെടുന്നത് പാതാളത്തിൽ. അതിന് പ്രത്യേക സ്ഥലമുണ്ട്, അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നതാണ്. അപ്പൊ എല്ലാ കാലത്തുള്ള അവിശ്വാസികളും പഴയ നിയമ വിശുദ്ധന്മാരും പാതാളത്തിലാണ് സംരക്ഷിക്കപ്പെടാനായിട്ട് ദൈവം ക്രമീകരിച്ചിരുന്നത്. പാതാളത്തിന് 2 അറകളുണ്ട്. പാതാളത്തിന് ഒറിജിനൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷിയോൾ എന്നാണ്. അത് പല രീതിയിൽ മലയാളം വേൾഡിലും ഇംഗ്ലീഷ് വേൾഡിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പാതാളത്തിന്, ഷിയോളിന് 2 അറകളുണ്ട്. അതിന്റെ ഒരറയുടെ പേര് ഹെയ്ഡ്സ് എന്നാണ്. അതിൽ നിന്നാണ് നരകം എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. മലയാളത്തില് പലയിടത്തും അത് നരകം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പാതാളത്തില് 2 അറകളുണ്ട്. പാതാളത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആ പാതാളത്തിൽ 2 പ്രത്യേക അറകളുണ്ട്. ഒന്ന് യാതനാസ്ഥലം അല്ലെങ്കിൽ ഹെയ്ഡ്സ്. One is Hades, a compartment of torment, from which we get the term hell. അപ്പം അങ്ങനെ ഒരു സ്ഥലമുണ്ട്. രണ്ടാമത് ഒരറയും കൂടെ ഉണ്ട്. അതിന് അബ്രഹാമിന്റെ മടി എന്നാ പറയുന്നത്. പ്ലേസ് വേർ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിന്റ്സ് റെസ്റ്റഡ് ടിൽ ദേ വർ വിസിറ്റഡ് ആൻഡ് ടേക്കൺ അപ്പ് ബൈ ജീസസ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ താമസിക്കാനായിട്ട് പഴയ നിയമ വിശുദ്ധന്മാർക്കും പാതാളത്തിൽ ഒരിടം ദൈവം കൊടുത്തിരുന്നു. അതിന്റെ പേരാണ് അബ്രഹാമിന്റെ മടി എന്ന്. അപ്പം പാതാളത്തില്, ഷിയോളില് 2 ഭാഗമുണ്ട്. ഹെയ്ഡ്സും അതുപോലെ എബ്രഹാംസ് ബോസം, അല്ലെങ്കിൽ യാതനാ സ്ഥലവും അബ്രഹാമിന്റെ മടിയും. അബ്രഹാമിന്റെ മടിയും യാതനാ സ്ഥലവും പാതാളത്തിൽ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്നു. അനേക വർഷങ്ങളായിട്ട് അവിടെ ഒരുമിച്ച് 2 അറകള്, 2 അറകളുള്ള ഒരു വലിയ സൗധം, ഒരു വലിയ കെട്ടിടം. 2 മുറികളെ ഉള്ളൂ. ഒന്നിനെ യാതനാ സ്ഥലം എന്ന് വിളിക്കുന്നു, മറ്റേതിനെ അബ്രഹാമിന്റെ മടി എന്ന് വിളിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴ് അബ്രഹാമിന്റെ മടി കാലിയാക്കി. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴ് മരിച്ച ശേഷം അബ്രഹാമിന്റെ മടിയിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അവന് അബ്രഹാമിന്റെ മടിയിൽ ചെന്ന് അവിടെ പാർത്തിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരെയും കൊണ്ട് കർത്താവിനോടൊപ്പം മുകളിലേക്ക് പോയി. The spirit of an unbeliever goes to the Hades in Sheol. ഈ ഒരു അവിശ്വാസിയുടെ ദേഹിയും ആത്മാവും ഇപ്പോഴും പാതാളത്തിലുള്ള ഈ യാതനാ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാതാളത്തിന് 2 അറകളുണ്ട്. ഒന്ന് അബ്രഹാമിന്റെ മടി, 2 യാതനാസ്ഥലം. യാതനാസ്ഥലത്താണ് എല്ലാ കാലത്തുമുള്ള അവിശ്വാസികള് മരിച്ചു കഴിഞ്ഞാൽ ഉടനെത്തുന്നത്. അതേ സമയത്ത് ഒരു വിശ്വാസി, പഴയ നിയമ വിശ്വാസി, യാതനാസ്ഥലത്തിന് തന്നെ അടുത്തുള്ള അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുകയായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴ് അവര് കർത്താവിനോടുകൂടെ മുകളിലേക്ക് പോയി. ലൂക്കോസിന്റെ സുവിശേഷം 16, 23, 24 ഭാഗങ്ങളില് നമ്മൾ ധനവാനിയിൽ ആശ്രയം കാണുന്നുണ്ട്. ധനവാന് മുകളിലേക്ക് നോക്കിയപ്പോഴ് ലാസർ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന കണ്ടു. അതുപോലെ എസെക്കിയേൽ 31:18 പാതാളത്തില് ധാരാളം പേര് ഏദനിലെ മരത്തോടൊപ്പം വിശ്രമിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദുഷ്ടന്മാരെ കുറിച്ചാണ്. അനേകര് അവിടെ പാതാളത്തിൽ വിശ്രമിക്കുന്നു. അപ്പോഴ് പാപികള് ജീവിക്കുന്ന സ്ഥലമാണ് ഇന്ന് പാതാളം. പഴയ നിയമ വിശുദ്ധന്മാര് അവിടെ ഒരു കാലം വരെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ അവര് മുകളിലേക്ക് പോയി. ഇനിയും സഹസ്രാബ്ദത്തിന് ശേഷം പാപികള് ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും വെള്ള സിംഹാസനത്തിൽ വിധിക്കപ്പെടുകയും നരകത്തിലേക്ക് അഥവാ 2ാമത്തെ മരണത്തിലേക്ക് അയക്കപ്പെടുകയും ചെയ്യും. ആഫ്റ്റർ ദ മില്ലേനിയം the sinners will resurrect and be judged before the white throne and sent to the hell or the second death. അപ്പം 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന ഭൂമിയിൽ നടക്കാൻ പോകുന്ന ആ ഭാവി കാലത്തിനു ശേഷം ഇവരെ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ നരകത്തിലേക്ക് എന്നേക്കുമായിട്ട് വിടും. ഞാൻ
ഒരു മിനിറ്റ് ഒന്ന് സൈഡ് ട്രാക്ക് ചെയ്തോട്ടെ. അയ്യോ, രക്ഷിക്കപ്പെടാത്തോണ്ട് അവസ്ഥ കണ്ടോ? അവരിന്ന് യാതനാസ്ഥലത്താണ്. യാതനാസ്ഥലത്തിന്റെ ഭീകരത ലൂക്കോസിന്റെ സുവിശേഷം 16 നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ തൊണ്ട വരളുകയാ, അവൻ അവിടെ കിടന്ന് നിലവിളിക്കുക, അവന് അയ്യം വിളിക്കുക. അവന്റെ ജീവിതകാലത്ത് അവൻ മുഴുവൻ സൂഹിച്ചു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു, അവന്റെ ജഡം പറഞ്ഞതുപോലൊക്കെ ജീവിച്ചു. മരിച്ചപ്പോഴ് അവൻ യാതനാസ്ഥലത്തേക്ക് പോവാം. ഏതൊരു അവിശ്വാസിയും മരിക്കുമ്പോൾ തന്നെ അവന്റെ ശരിക്കുള്ള പീഡനം തുടങ്ങുക. അതേസമയം ഒരു വിശ്വാസിയാണെങ്കിൽ കർത്താവിനോടൊപ്പം പോകുക. ആരെങ്കിലും വിശ്വാസികളല്ലാത്തവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോക ജീവിതം അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാൻ രസമാണ്. നമ്മുടെ ജഡം പറയുന്നതനുസരിച്ച്, ഫ്ലഷ് പറയുന്നതനുസരിച്ചൊക്കെ സുഖിച്ച് മോദിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ജീവശ്വാസം മൂക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ യാതനാസ്ഥലത്തേക്ക് മാറ്റപ്പെടുകയായി. മാത്രമല്ല, സഹസ്രാബ്ദത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും. അയ്യോ, ഉയർത്തെഴുന്നേൽപ്പ് നല്ലതാണല്ലോ. ഇല്ല, അത് വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് പോകുന്നത് പോലെ പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യ അഗ്നിയിലേക്ക് പോവുക എന്തോ ഒരു ഘോരമായിട്ടുള്ള ഒരു അനുഭവമാണ്. പലരും നരകത്തെ കുറിച്ച് പറയാൻ ചോദിക്കാറുണ്ട്. സ്നേഹവാനായ ദൈവം ഒരു നിത്യ നരകം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അതെന്നാ, ദൈവം നിത്യസ്നേഹവാനല്ലേ? എന്നിട്ടും എന്താ ഇങ്ങനെ ഒരു നിത്യ നരകം കൊടുക്കുന്നത്? ഇങ്ങനെ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു ദൈവമൊക്കെ തോന്നണ്ടല്ലേ? ഒരു പ്രമോഷനൊക്കെ കൊടുത്ത് അവിടുന്ന് കയറ്റി സ്വർഗം കൊടുത്തില്ലേലും ഒരു ഇച്ചിരി കടുപ്പം കുറവുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതല്ലേ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, മനുഷ്യന് ആത്യന്തിക സന്തോഷമായ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ നരകം പോലുള്ള ഒരു അവസ്ഥ ഉണ്ടായാലേ പറ്റൂ. അതായത് ആത്യന്തിക സന്തോഷം, നിത്യ സന്തോഷം. ആ സന്തോഷത്തില് എത്തണമെങ്കിൽ നരകം എന്നൊരു അനുഭവം ഉണ്ടാണ്. നരകം ഉണ്ടായിട്ടും പലരും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോവുക. ദൈവം ഈ നരകത്തെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്, എന്നിട്ടും കേൾക്കാൻ മനസ്സില്ല. അങ്ങനെയാണെങ്കിൽ ഇതില്ലായിരുന്നെങ്കിലോ ലോകത്തില് അനേക മനുഷ്യർക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. അപ്പൊ നരകവും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണ്, അടയാളമാണ്. നമുക്കറിയാം, കുട്ടനാട്ടിലൊക്കെ ചെന്നാല് താറാവിനെ അടിച്ചുകൊണ്ട് പോകുന്ന കാണാം. ഒരു വടി ഉപയോഗിച്ച് ഇങ്ങനെ താറാവിനെ, അതുപോലെ ആട്ടിടയന്മാരും അങ്ങനെയാ അല്ലെ, വടി കൊണ്ട് ആടിനെ അടിച്ച് തെളിച്ചോണ്ടാ പോകുന്നു. അപ്പൊ ആ വടി എന്തിനാ? അതിനെ നന്മയിലേക്ക് നയിക്കാൻ, അതിന് ആഹാരം കിട്ടുന്നിടത്തേക്കോ അതിനെ നയിക്കാനാ. ആ വടിയെന്ന് പറയുന്നത് അതിനെ നയിക്കുന്നവന്റെ അല്ലെ താറാവ് വളർത്തുകാരന്റെ തന്റെ ജീവികളോടുള്ള സ്നേഹത്തെയാ കാണിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നരകം പോലും സ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ കാണിക്കുന്ന ദൈവത്തിന്റെ വലിയ ഒരു ഒരു പ്രദർശനമാണ് നരകം പോലും. അങ്ങനെയാണെങ്കിൽ ഈ നരകം ഒരു വസ്തുതയാണ് കേട്ടോ. ഒരു യജമാനന്, ഒരു ഇടയന് തന്റെ ആടിനെ അടിക്കുന്നത് പോലെ അനേകരെ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. സ്വർഗം എന്ന് പറയുന്ന ഒരു കാൻഡറിംഗ് ഹോഴ്സിനെ പോലെ. കാൻഡറിംഗ് ഹോഴ്സ് എങ്ങനെ? ഇങ്ങനെ 4 കാലും ചാടി 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 ഓടുക. ഓരോ 100 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് ഇരട്ടിയായിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ കാൻഡർ ചെയ്യുക എന്ന് പറഞ്ഞ സ്വർഗം. അത് അവിടെ എങ്ങനെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് എക്സീഡിങ് ജോയി എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എപ്പോഴും ഈ ജോയി എക്സീഡ് ചെയ്തുകൊണ്ടിരിക്കും, തലയും മിനിറ്റിനേക്കാളും. എന്ന് പറഞ്ഞാൽ ആത്യന്തിക സന്തോഷത്തിന്റെ സ്ഥലമാ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ നരകം എന്നുള്ള ഒരവസ്ഥ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നരകം യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് ഈ നരകാവസ്ഥയിൽ രക്ഷപ്പെടണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ തുടർന്ന് കർത്താവ് പാതാളത്തിന്റെ
ഭൂമിയുടെ അന്തർഭാഗത്തുള്ള അബ്രഹാമിന്റെ മടിയിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ വിശുദ്ധന്മാരെല്ലാം താമസിക്കായിരുന്നു. ഒരു വളരെ സന്തോഷത്തിലാണ് താമസിക്കുന്നത്. ലാസർ ധനവാന്റെ മടിയിൽ ഇരുന്ന പോലെ തന്നെയാണ് അവർ വളരെ സന്തോഷത്തിൽ. ദൈവിക സാന്നിധ്യം നേരിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല, പക്ഷേ വിശുദ്ധന്മാരുടെ സഹവാസത്തിൽ അവർ സന്തോഷിച്ചിരിക്കുന്ന സംതൃപ്തി. കർത്താവ് ക്രൂശില് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഈ സ്ഥലത്തേക്ക് ചെന്ന് തന്നെ തന്നെ അവർക്ക് ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങളുടെ രക്ഷാപരിപൂർത്തി ഇതാ വന്നിരിക്കുന്നു. നമ്മള് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വായിക്കുന്നുണ്ട്, നമ്മെ കൂടാതെ അവർക്ക് രക്ഷാപൂർത്തി വരാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം ഉള്ള രക്ഷാപൂർത്തിയെ കുറിച്ച് കർത്താവ് അവർക്ക് അല്ലയോ പഴയ നിയമ വിശുദ്ധന്മാരെ, അല്ലയോ മോശേ, അല്ലയോ യോശുവേ, അല്ലയോ ദാവീ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ച് നിങ്ങളുടെ രക്ഷ സ്വാധിതപ്രായമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു വിജയ ഭേരി മുഴക്കിക്കൊണ്ട് കർത്താവ് ചെന്ന് 3 ദിവസം കഴിഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഈ കാര്യങ്ങള് നമ്മൾ എഫേസ്യർ 4:8, 1-3-19, 4-6 ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. എഫേസ്യർ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി, ബദ്ധന്മാരെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി അവർ നൽകി. പഴയ നിയമ വിശുദ്ധന്മാര് അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചെങ്കിൽ അവരെ ആദരിച്ച് കർത്താവ് അവരോട് എഴുന്നേറ്റ് പോയത്, അവരെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരെയും കൊണ്ട് ദൈവം സ്വർഗത്തിലേക്ക് പോയി. പുതിയ നിയമവിശ്വാസികൾക്കും ഇങ്ങനെ എസ്കോർട്ട് ചെയ്ത് മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവിന്റെ മഹനീയമായിട്ടുള്ള ഒരു നാള് അവശേഷിക്കുന്നുണ്ട്. പ്രിയരെ, ഒരു രാജകീയ വിജയഭേരി കർത്താവ് മുഴക്കുമ്പോൾ അവനോടൊപ്പം വിശ്വാസികളും മധ്യാകാശത്തേക്ക് പോകുന്ന ഒരു സുദിനം അവശേഷിക്കുന്നു. എവിടെയാ ഈ അബ്രഹാമിന്റെ മടി? യേശു സൂചിപ്പിച്ച പറുദീസയാണ് അബ്രഹാമിന്റെ മടി. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തില് ആ കള്ളനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന്. അപ്പൊ അന്ന് മരിച്ച കർത്താവും അന്ന് മരിച്ച ഏറ്റുപറഞ്ഞ കള്ളനും അവരിരുവരും പറുദീസ സ്ഥലത്തേക്കാണ് പോയത്. പറുദീസ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പൂന്തോട്ടം എന്ന്. പഴയ കാലത്ത് രാജാക്കന്മാർക്ക് പള്ളിവേട്ട നടത്താനായിട്ട് നല്ല അടച്ചു കെട്ടിയ മതിലുകളൊക്കെയുള്ള നല്ലൊരു പൂന്തോട്ടം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പൂന്തോട്ടത്തില് മൃഗങ്ങളെയൊക്കെ ഒരു തോട്ടം എന്നാണ് വിശ്വസിക്കമാണ് ഈ പറുദീസ. ഏദൻ തോട്ടം ഭൂമിയുടെ ആന്തരിക ഭാഗത്തേക്ക് താണുപോയത്. ഏദൻ തോട്ടം എവിടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പല ചർച്ചകളും പലരും നടക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കില് ഇറാഖിന്റെ സ്ഥലത്തായിരിക്കും. അവിടെ ആണല്ലോ ഏദനിൽ ഒഴുകിയിരുന്ന നദികളൊക്കെ ഉള്ളത്. യൂഫ്രട്ടീസും ടൈഗ്രീസും ഒക്കെ ഇന്നുണ്ട്. ബാക്കി 2 നദി എന്തിയെന്ന് ആളുകൾക്ക് അറിയത്തില്ല. എന്തായാലും ആ ഏരിയയിലായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന. ഒരു പക്ഷെങ്കില് ഒരു ഭൂകമ്പത്തോട് വല്ലതും ചേർന്ന് ഈ ഏദൻ തോട്ടം ഭൂമിയുടെ ഉള്ളിലേക്ക് ആണ്ടുപോയി കാണും. എസെക്കിയേൽ പ്രവചനം 31-16 തൊട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഏദനിലെ വൃക്ഷങ്ങൾ ഭൂമിയുടെ അന്തർഭാഗത്ത് അഭയം പ്രാപിച്ചു. അതിനോട് ചേർന്നാണ് ഈ യാതനാസ്ഥലവും അതുപോലെ പാരഡൈസ് അല്ലെങ്കിൽ പറുദീസയും വന്നിരിക്കുന്നത്. അപ്പൊ ഏദൻ ഭൂമിയുടെ ഉള്ളിലേക്ക് താണുപോയി. അത് ഭൂമിയുടെ ഉള്ളില് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഒരു പാർപ്പിടമായി ഭവിച്ചു. അവിടെ പഴയ നിയമ വിശുദ്ധന്മാർ വിശ്രമിച്ചു. കർത്താവ് ക്രൂശിൽ പാപത്തിന്റെ മേൽ ജയം കൊണ്ടാടി ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴ് അവരെയും അവിടെ നിന്ന് മുകളിലേക്ക് പോയി. അതാണ് നമ്മള് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് വായിക്കുന്നത്. ദുഷ്ടന്മാർ ഏദനിലെ വൃക്ഷങ്ങളോടൊപ്പം ഭൂമിയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് ബൈബിള് പറയുന്നത്. അതായത് എസെക്കിയേലില് നമ്മളത് വായിക്കുന്നുണ്ട്. ഏദൻ തോട്ടം ഭൂമിയുടെ അന്തർഭാഗത്ത് താണുപോയെന്നും അബ്രഹാമിന്റെ മടിയും യാതനാസ്ഥലവും ഭൂമിയുടെ അന്തർഭാഗത്ത്
ആയിരിക്കുമെന്നുള്ളതും വ്യക്തമാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഏദൻ തോട്ടം ഭൂമിയിലേക്ക് താണുപോയി, അത് പാതാളത്തിലുണ്ട്, അല്ലെങ്കിൽ ഷിയോളിലുണ്ട്. അവിടെയാണ് പഴയ നിയമ വിശുദ്ധന്മാരും അതുപോലെ ഇന്നുള്ള പാപികൾ, രക്ഷിക്കപ്പെടാത്തവരും ചെല്ലാനായിട്ട് പോകുന്നതെന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും വേറൊരു വിഷയത്തിലേക്ക് വരാം. മനുഷ്യരിലെ അവരുടെ ആത്മാവ്, ഹ്യൂമൻ സ്പിരിറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തില് നമുക്ക് മനുഷ്യരെ മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത് സ്വാഭാവിക മനുഷ്യൻ അല്ലെങ്കിൽ പ്രാകൃതൻ, രണ്ടാമത്തേത് ആത്മീക മനുഷ്യൻ അല്ലെങ്കിൽ സ്പിരിച്വൽ മാൻ, മൂന്നാമത്തേത് കാർണൽ മാൻ അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ അതോട് ചേർത്തങ്ങ് പറയുകയാണ്. ഒരു മനുഷ്യനിലെ ആത്മാവ് ഏത് അവസ്ഥയിൽ, മനുഷ്യാത്മാവ്, ഒരു മനുഷ്യന്റെ മനുഷ്യാത്മാവ് ഏതവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ 3 കാറ്റഗറിയായി ബൈബിള് തിരിച്ചിട്ടുണ്ട്. അതില് ഒന്നാമത് നമുക്ക് നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ. അതിന് സൂച്ചിക്കോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവന്റെ മനുഷ്യാത്മാവ് മരിച്ചവനാണ്. മാത്രമല്ല ദേഹിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാത്രം ഇരിക്കുന്നവനാണ് നാച്ചുറൽ മാൻ അല്ലെങ്കിൽ സ്വാഭാവിക മനുഷ്യൻ അല്ലെങ്കിൽ പ്രാകൃതൻ അല്ലെങ്കിൽ സൂച്ചിക്കോസ്. അവന്റെ മനുഷ്യാത്മാവ് മരിച്ച തന്നെ ഇരിക്കുക. ഏദൻ തോട്ടത്തില് ആദാം പാപം ചെയ്തപ്പോഴ് ആദാമിന്റെ ആത്മാവ് മരിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ പാപം ചെയ്യുന്ന മനുഷ്യരുടെ എല്ലാം, അതുപോലെ പാപമായിട്ട് ജനിക്കുന്നവരുടെ എല്ലാം മനുഷ്യാത്മാവ് മരിച്ച അവസ്ഥയിലാണ്. അപ്പം അവരുടെ ആത്മാവ് മരിച്ചതാണ്. ആത്മാവിനൊരു ഫങ്ഷനും ഇല്ല. ആത്മാവില്ലെന്നല്ല, പക്ഷെ ഇല്ലാത്തത് പോലെയാ, എഫക്റ്റില്ല. അവരില് ആത്മാവ് മരിച്ച അവസ്ഥയാണ്. അവര് ദേഹിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരവിശ്വാസികളാണ്. അവരെ കുറിച്ചുള്ള ധാരാളം വാക്യങ്ങള് ബൈബിളിലുണ്ട്. നമുക്കെല്ലാം ഇത് പരിചയമുള്ള ഭാഗങ്ങളായതുകൊണ്ട് വായിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ജന്മസിദ്ധമായ മനസാക്ഷിയും മരിച്ച മനുഷ്യാത്മാവ് ഉണ്ടായിരിക്കും. കുറച്ചൊക്കെ നന്മ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും രക്ഷിക്കപ്പെടാത്തവരാരും ഒരു നന്മയും ചെയ്യുകയെന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല, അവർ നന്മ ചെയ്യുന്നുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ ഇപ്പം ദോഷികൾ പോലും നന്മ ചെയ്യുന്നുണ്ടെന്ന് കർത്താവ് തന്നെ പറയുക. അതെന്തുകൊണ്ട് അങ്ങനെ? അതിന്റെ കാരണം ജനിക്കുമ്പോഴേ എല്ലാവർക്കും ഒരു മനസാക്ഷി കൊടുക്കുന്നുണ്ട്. ജനിക്കുന്ന മനുഷ്യർക്കെല്ലാം മനസാക്ഷിയുണ്ട്. അത് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ജനിക്കുമ്പോഴ് അത് വളരെ വീക്കായിരിക്കും. നമ്മൾ പിന്നീട് അത് കാണുന്നുണ്ട്. മനസാക്ഷിയിലേക്ക് വരുമ്പോൾ അത് വായിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും യോഹന്നാൻ സ്നാപകനെ കുറിച്ചും പറയുന്നുണ്ട്. അവര് ആത്മാവിലും ശക്തിയിലും വളർന്നു വന്നു. അവരുടെ ഉള്ളിലെ മനുഷ്യൻ വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴ് വളരെ അടിസ്ഥാന ശക്തിയുള്ള ഒരു അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. അപ്പം ജന്മസിദ്ധമായിട്ടുള്ള ഒരു മനസാക്ഷി എല്ലാവർക്കും ഉണ്ട്. അത് പിന്നെ ബൈബിളൊക്കെ വായിച്ചാണ് ശക്തിപ്പെടുത്തി എടുക്കുന്നത്. നമ്മളത് പിന്നീട് മനസാക്ഷിയിലേക്ക് വരുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പൊ ഏതായാലും എല്ലാ മനുഷ്യർക്കും ഒരു മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷിയുടെ പ്രേരണ അനുസരിച്ച് രക്ഷിക്കപ്പെടാത്ത മനുഷ്യരും നന്മ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കുറച്ചൊക്കെ നന്മ ചെയ്യുന്നുണ്ടായിരിക്കും. ആ നന്മയുടെ അളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരിലും നന്മ നമുക്ക് ചിലപ്പോൾ ദർശിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വീണ്ടും ജനിച്ച ഒരാളുടെ സ്നേഹ നിയന്ത്രിത ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. സ്നേഹത്തിൽ പൊതിഞ്ഞ നന്മകളായിരിക്കുകയില്ല അവര് ചെയ്യുന്ന നന്മകൾ. ഒന്നുകിൽ അവര് ഒരു തത്വശാസ്ത്രം അനുസരിച്ചായിരിക്കും നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് നല്ല പേര് കിട്ടാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിന് സുഖം കിട്ടാനായിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം കാണും. പക്ഷേ ഒരു വിശ്വാസി നന്മ ചെയ്യേണ്ടത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നന്മയാണ്. ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ അൺകണ്ടീഷണൽ ആയിട്ട് യാതൊരു നിബന്ധനകളും ഇല്ലാതെ മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ അടിസ്ഥാനത്തില് സ്നേഹത്തിൽ അധിഷ്ഠിതമായ നന്മയാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഒരു അവിശ്വാസിയിലും നന്മ ഉണ്ടാകാം. അത് പക്ഷെങ്കില് അവന്റെ ജന്മസിദ്ധമായ മനസാക്ഷിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നന്മ മാത്രമാണ്. പക്ഷെ അതുണ്ട്, അതില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ വിശ്വാസിയിലാണെങ്കിൽ സ്നേഹത്താൽ പൊതിയപ്പെട്ട, സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന
നന്മയാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. ആ നന്മകളെ കുറിച്ചാണ് നമ്മൾ ഫലം എന്നുള്ള പേരില് നമ്മൾ ഗലാത്യർ 5:22 വായിക്കുന്നത്. അത് ദൈവാത്മാവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമായിട്ടിരിക്കുന്നു. അത് അതിവിശേഷമായ ആത്മഫലങ്ങളാണ്. ഇനി ആത്മീയ മനുഷ്യനിലേക്ക് വരാം. അവനെ ന്യൂമാറ്റിക്കോസ്, ആത്മമനുഷ്യൻ എന്നുള്ളതിന് ന്യൂമാറ്റിക്കോസ്, അതായത് ആത്മാവ് ഉള്ളവൻ അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ. നമ്മൾ നേരത്തെ സൂച്ചിക്കോസ് എന്നുള്ള പദം കണ്ടല്ലോ, ഇത് ന്യൂമാറ്റിക്കോസ് ആണ്. ഇനി ഇവര് രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണ്. മാത്രമല്ല പുതുകിയ മനുഷ്യാത്മാവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് നടക്കുന്നവരാണ് ഈ ന്യൂമാറ്റിക്കോസ്, അല്ലെങ്കിൽ ആത്മീക മനുഷ്യർ, അല്ലെ സ്പിരിച്വൽ മനുഷ്യർ. അവര് മനുഷ്യാത്മാവ് നമ്മൾ തീത്തോസിലൊക്കെ അത് വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ജനനത്തെ കുറിച്ച് അനേക വാക്യങ്ങളുണ്ട്. അവരുടെ ആത്മാവ് ജീവൻ പ്രാപിച്ചതാണ്. ഈ പുതുകിയ മനുഷ്യാത്മാവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് അവര് ജീവിക്കുന്നത്. അവരെ ആത്മീകരെന്ന് പറയുന്നത് അവരാണ് ആത്മീക മനുഷ്യർ. അവര് വളരെ വ്യത്യസ്തരാണ്. അവർ പെർഫെക്റ്റ് ആണ് എന്നതിനർത്ഥമില്ല. ഒരു ആത്മീക മനുഷ്യന് ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത് കോൺഷ്യസ് സിന്നില്ലാതിരിക്കുന്ന അവസ്ഥ, അതായത് മനഃപൂർവ്വം പാപം ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥ. ആത്മാ ഏറ്റവും കൂടിയ സെൻസിറ്റിവിറ്റി അതാ. മനസാക്ഷിയിൽ ചകഞ്ഞു നോക്കുമ്പോൾ, അല്ലെ തന്റെ മനസ്സ് പരിശോധിച്ച് നോക്കുമ്പോൾ, ഇല്ല ഞാൻ അറിഞ്ഞോ പാപം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ള അവസ്ഥ വരെ എത്താനായിട്ട് സാധിക്കും. എന്നാലും പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 4-ാം വാക്യത്തിൽ പറയും, എനിക്ക് യാതൊരു പാപത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയില്ല. അൺകോൺഷ്യസ് ആയിട്ടുള്ള അറിയാത്ത പാവങ്ങൾ എന്നാലും നമ്മുടെ ഉള്ളിൽ കാണും. പക്ഷേ ഒരു ആത്മീകനായ മനുഷ്യന്, മനുഷ്യാത്മാവ് പുനർജീവിപ്പിക്കപ്പെട്ടവന്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന് കോൺഷ്യസ് സിന്നില്ലാത്ത അല്ലെങ്കിൽ ബോധപൂർവം പാപം ചെയ്യാൻ വരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇനിയും മൂന്നാമത്തേത് കാർണൽ അല്ലെങ്കിൽ ജഡീക മനുഷ്യർ അല്ലെങ്കിൽ സർക്കിക്കോസ്. അവർ ജഡം എന്ന് പറയുന്ന ശരീരമല്ല കേട്ടോ. ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, കാരണം ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു മേഖലയാണ് ജഡത്തിന്റെ കാര്യം. അത് അകത്തുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. അത് നമുക്ക് കാണാൻ കഴിയാത്തതാണ്, തൊടാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ മനസ്സ് പോലെയും അല്ലെങ്കിൽ ഹൃദയം പോലെയും അങ്ങനെ നമ്മുടെ ഉള്ളില് ഒരു സോഫ്റ്റ്വെയർ ആയിട്ടിരിക്കുന്ന ഫ്ലഷാണ് ഇവരെ നയിക്കുന്നത്. ഫ്ലഷാണ്. മനുഷ്യാത്മാവ് പുനർജീവിപ്പിക്കപ്പെട്ടവരായിട്ട് ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്. ഈ കാർണൽ അല്ലെങ്കിൽ സാർക്കിക്കോസ് അല്ലെങ്കിൽ ജഡികർ എന്ന് പറയുന്നവര് രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ പുതുകിയ മനുഷ്യാത്മാവിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശ പ്രകാരം ജീവിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ല. ദൈവം പറഞ്ഞാൽ അനുസരിക്കത്തില്ല. മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. സഭയിലുള്ള സഹോദരന്മാർ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുസരിക്കത്തില്ല. അല്ലെങ്കിൽ ഹൃദയത്തില് നന്മ എന്തു തോന്നിയാലും അതിനെ നിരാകരിച്ച് തിന്മയിലേക്ക് പോകുന്നവര്, ഇങ്ങനെയുള്ളവര് ജഡികരായ മനുഷ്യരാ. അവര് ഫ്ലഷ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ ജഡം എന്തു പറയുന്ന അത് ചെയ്യുക. സുഖിക്കുക എന്ന് ജഡം പറഞ്ഞാൽ ആ വേണ്ടിയുള്ള മാർഗം തേടിപ്പോകും. അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചിരുത്താൻ പറഞ്ഞാൽ അവരെ അടിച്ചിരുത്താനായിട്ട് പോകും. കള്ളത്തരം കാണിക്കാൻ പറഞ്ഞാൽ കള്ളത്തരം കാണിക്കാനായിട്ട് പോകും. മ്ലേച്ഛമായ കാര്യങ്ങള്, പോർണോഗ്രഫി പോലുള്ള മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ജഡം ഉദ്ദേശിച്ചാൽ ഉടനെ അതിന് പോകും. അവര് ജഡപ്രകാരം നടക്കുന്നവരാ. രക്ഷിക്കപ്പെട്ടവരാ കേട്ടോ, പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല കേട്ടോ. മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും, കഴിയുന്ന കാര്യങ്ങളിലൊക്കെ അവര് ജഡത്തിന്റെ മ്ലേച്ഛതയനുസരിച്ച് നടക്കുക. ജഡത്തിന് അതിന് ചില പ്രായോഗിക ചിന്തകളുണ്ട്. ഒരുത്തനെ കൊല്ലണമെന്ന് തോന്നിയാൽ കൊല്ലുക, ഒരുത്തനെ അവന്റെ സ്വഭാവഹത്യ ചെയ്യണമെന്ന് ചെയ്യുക, ഒരുത്തനെ കുറിച്ച് നുണ പറയണമെന്ന് വിചാരിച്ചാൽ പറയുക, ഒരുത്തനെ കുറിച്ച് വ്യാജം പ്രചരിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ചെയ്യുക. ഏത് വിധേനയെങ്കിലും ഒക്കെ ജീവിക്കുക. അല്ലെങ്കിൽ സുഖഭോഗത്തിനായിട്ട് എന്തും ചെയ്യുക. സുഖഭോഗമാണ് പ്രധാന വിഷയം ഇവരാണ് ജഡീക മനുഷ്യർ. ഇന്ന് വിശ്വാസ ഇവര് നിറഞ്ഞിരിക്കുക കേട്ടോ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ മെജോറിറ്റിയും ഇവരാ. ഒരു പാപവും ജഡീക മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതായിട്ടില്ല. ഏതു പാപവും ഒരു ജഡീക മനുഷ്യനെ നമുക്ക് കാണാം. 1 കൊരിന്ത്യർ
1 തൊട്ട് 5 വരെ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന ഒരുത്തനെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. കാരണം പൗലോസ് പറയുന്നുണ്ട് അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടാൻ വേണ്ടി അവനെ ശിക്ഷയിലൂടെ കടത്തി വിടുന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. അപ്പൊ ഒരു കാർണൽ മാന് ഏത് പാപം വേണേലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥമായിട്ട് വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ മനുഷ്യൻ അനിശ്ചിതമായിട്ട് പാപത്തിൽ തുടരത്തില്ല. ഒരാള് എങ്ങനെയായിട്ടും വ്യത്യാസം ഉണ്ടാകുന്നില്ല. എത്ര കേട്ടിട്ടും നന്നാകുന്നില്ല. ജീവിതത്തിൽ എത്ര നേരെയാകുന്നില്ല. ഇങ്ങനെയുള്ളവരെ കർത്താവ് തീർച്ചയായിട്ടും ബാലശിക്ഷയിലൂടെ നടത്തുമെന്നുള്ളതിന് ഒരു സംശയമില്ല. എന്നിട്ടും അവര് നേരെയാകാതിരിക്കുകയാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരാള് എത്ര കഠിനമായ പാപം വേണേലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവര് പക്ഷേ അങ്ങനെ ജഡപ്രകാരം എന്നുമെന്നും ജീവിക്കാനായിട്ട് പാടില്ല. ഞാൻ ഇവിടെയും 1 മിനിറ്റ് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മൾ ഇതിൽ ഏത് ഞാന് ജഡത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവനാണോ, അതോ ബൈ ആൻഡ് ലാർജ് ഏകദേശം മിക്ക കാര്യം ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവനാണോ? അല്ല, കഴിയുന്നത്ര മനഃപൂർവ്വം പാപം ചെയ്യരുത് എന്ന് നിർബന്ധമുള്ളവനാണോ? അങ്ങനെയാണെങ്കിൽ ആത്മീകന. അല്ലെങ്കിൽ ഒരു ജഡികന. ഇന്ന് ഏത് കാറ്റഗറിയിൽ നിങ്ങളെ തന്നെ ഉൾപ്പെടുത്തും എന്ന് ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ലോകത്തില് പ്രാകൃതർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരെ നമ്മൾ കാണുന്നുണ്ട്. അതേസമയത്ത് അധാർമികരായിട്ടുള്ള രക്ഷിക്കപ്പെട്ടവരെയും കാണുന്നുണ്ട്. അത് ഒരു പ്രാകൃത മനുഷ്യൻ തന്റെ ജന്മസിദ്ധമായ മനസാക്ഷിയെ അനുസരിക്കുന്നതിലൂടെ ലൗകിക വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല ജീവിതം നയിച്ചേക്കാം. നമ്മുടെ ഇടയിലുള്ള ഒരു യുവാവ് പഠിക്കാനായിട്ട് ഒരു സ്ഥലത്തിയാണ്. അവിടെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന അദ്ദേഹം ആ മനുഷ്യനെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അയ്യോ, രക്ഷിക്കപ്പെടണമെന്നും പ്രാകൃത മനുഷ്യനും കഴിയുമല്ലോ. അത് ആ പയ്യന്റെ പിന്മാറ്റത്തിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കഷ്ടമാണ്. പ്രാകൃത മനുഷ്യര് നല്ലവരാണെങ്കിൽ, ലോകത്തിൽ പോലും ഇല്ലാത്ത പാപങ്ങള് നമ്മളിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വളരെ ജഡിക വിശ്വാസി തന്റെ ജന്മസിദ്ധമായ മനസാക്ഷിയോ അവന്റെ പുതുക്കിയ മനുഷ്യാത്മാവിനെയോ അനുസരിക്കാത്തതിനാൽ ഒരു പക്ഷെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യനേക്കാളും മോശമായിട്ട് ഉള്ള ജീവിതം നയിച്ചേക്കാം. പക്ഷേ അതൊരു ദുരന്തമാണ് കേട്ടോ. അതൊരു ദുരന്തമാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ നിർവഹിക്കാൻ കഴിയാതെ നമ്മള് ദൈവത്തിന് ഒരു ദുസ്സാക്ഷ്യമായി തെറ്റായിട്ട് ചിത്രീകരിക്കുന്നവരായിട്ട്, അനേകര് സ്വർഗത്തിലേക്ക് പോകുന്നത് തടയുന്നവരായിട്ട്, തടസ്സക്കാരായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, നമ്മളൊരു ജഡികനാണെങ്കിൽ, ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ നന്മ പോലും നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളൊരു ദുരന്തമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ശാപമാണ്. നമ്മളെ തന്നെ പരിശോധിക്കണം. ഈ രാത്രിയില് ഞാൻ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ഒരു ജഡിക മനുഷ്യനായിട്ട്, ഒരു ജഡിക വിശ്വാസിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം ഒരു ദുരന്തമാണ്. ഈ പാപമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി താൽക്കാലിക സുഖവും സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കിക്കേ, നിങ്ങളുടെ ഹൃദയത്തെ തന്നെ പരിശോധിച്ച് നോക്കിക്കേ, നിങ്ങളൊരു ദുരന്തമല്ലേ? ജീവിതത്തെ പരിശോധിച്ച് ഈ രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വേറെ ചില തെറ്റിദ്ധാരണകൾ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതോടെ കഴിഞ്ഞാൽ ഈ സെഷൻ അങ്ങ് അവസാനിക്കും. ചിലർ പറയുന്നു മരിച്ചവരുടെ ആത്മാക്കള് ലോകത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്ന്. ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു അതിന് പറ്റത്തില്ല. അതിന് പകരം ഒരു ക്രമീകരണം ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാവിനെ കർത്താവിനോടുകൂടെ അയക്കുന്നു, ത്തേക്ക് വിടുന്നു. അവിടുന്ന് വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണല്ലോ ധനവാൻ പറയുന്ന ലാസറിനെ ഒന്ന് വിടാനായി. തനിക്ക് പോകാൻ കഴിയില്ലെന്ന് അവൻ അന്നേരത്തേക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, വിശ്വാസി ദൈവസന്നിധിയിലും അവിശ്വാസി യാതനാ സ്ഥലത്തുമാണ്. അതുകൊണ്ട് ബൈബിൾ അനുസരിച്ച് ഈ ഭൂമിയിലൂടെ അലഞ്ഞു തിരിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറയുന്നുണ്ട്, പിരിഞ്ഞുപോയ ആത്മാക്കളുമായിട്ട് ആശയവിനിമയം സാധ്യമാണ്. ചത്തുപോയവരുടെ ആത്മാവുമായിട്ട് സംസാരിക്കാം, അവരിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ
അത് അവരുടെ ആത്മാവിനെ വിളിച്ചു സംസാരിക്കുന്നതല്ല. ആത്മാവും കൂടെ, അതായത് എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ആളിന്റെ, ആ മീഡിയത്തിന്റെ, ആ മാധ്യമത്തിന്റെ, അത് ചെയ്യുന്ന ആളിന്റെ ആത്മാവ് ആ മരിച്ചുപോയ ആളുടെ ആത്മാവിനോട് സംസാരിക്കുന്നതൊന്നും അല്ല കേട്ടോ. അത് ആത്മാവും കൂടെ ഉള്ള സംഭാഷണം. എന്തുവാ? പരിചിതമായ ആത്മാവുമായിട്ടുള്ള ആശയവിനിമയം. എന്താ പരിചിതമായ ആത്മാവ്? ഫെമിലിയർ സ്പിരിറ്റ്. ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും അതുപോലെ അവിശ്വാസികളെയും അവരെ ചുറ്റി പിശാചിന്റെ ദൂതന്മാര് അല്ലെങ്കിൽ ഡെമൺസ്, ഭൂതങ്ങള് ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. അവർക്ക് നമ്മുടെ എല്ലാം അറിയാം, നമ്മുടെ ശബ്ദം അറിയാം, നമ്മൾ എന്തു പറയുമെന്നറിയാം, നമ്മൾ എന്തു ചിന്തിക്കുമെന്നറിയാം, നമ്മുടെ ആത്മീക നിലവാരം അറിയാം, നമ്മുടെ രഹസ്യങ്ങളെല്ലാം അവർക്കും അറിയാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം വെളിപ്പെടും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ന്യായവിധി സമയത്ത് വെളിപ്പെടുമെന്ന് പറയാറുണ്ട്. അതിനോട് ചേർത്ത് ഇങ്ങനെയോട് പറയട്ടെ, പാപം ചെയ്യുമ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഭൂതം കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭൂതം കാണുകയാ നമ്മൾ പാപവും നന്മയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മുടെ ശബ്ദവും നമ്മുടെ രീതികളും നമ്മുടെ എല്ലാം അറിയാവുന്ന ഒരു ഫെമിലിയർ സ്പിരിറ്റ് ഉണ്ട് എല്ലാവർക്കും. ഒരു ഫെമിലിയർ സ്പിരിറ്റ് എങ്കിലും കാണും. ചത്ത് കഴിയുമ്പോൾ ഇവിടെ ഒന്നുകിൽ യാതനാ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക് പോകും. വിശ്വാസിയാണെങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക്, അവിശ്വാസിയാണെങ്കിൽ യാതനാ സ്ഥലത്തേക്ക്. പക്ഷേ അവരുടെ ഫെമിലിയർ ലോകത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഈ മീഡിയം എന്ന് പറയുന്നവര്, അല്ലെ നെക്രോമാനിക്സ് എന്ന് പറയുന്നവര്, അവർ ഈ ഫെമിലിയർ സ്പിരിറ്റ്സിനോടാണ് സംസാരിക്കുന്നത്. നമ്മൾ ശാമുവേലിനെ വിളിച്ചു വരുത്തുന്നത് കാണുന്നുണ്ട്. അതും വാസ്തവത്തില് ശാമുവേൽ അല്ല, ശാമുവേലിന്റെ ഫെമിലിയർ സ്പിരിറ്റ് ആണ്. ശാമുവേൽ എന്തു പറയും അതെന്തിനാ അവിടെ ആത്മീയതയൊക്കെ പറയുന്നുണ്ടല്ലോ? എന്തിനാ? ഈ ഫെമിലിയർ സ്പിരിറ്റിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ അനേകരെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഒരു അടവാണ് 1 ശമൂവേൽ 28:15 അല്പം ആത്മീകനായിട്ട് പിശാച് അഭിനയിക്കുന്നത്. ദൈവം മാധ്യമം നെക്രോമാൻസറുകൾ എന്നും വിളിക്കുന്നുണ്ട്. മാധ്യമങ്ങള് അവരെ വെറുക്കുന്നു. ഇത് ഒഴിവാക്കേണ്ട കാര്യം, അതിന്റെ അയലോക്കത്തോട് പോലും ഇല്ല. 1 ദിനവൃത്താന്തം 10:13 ശൗല് മരിച്ചതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായിരുന്നു ഏറ്റവും അവസാനത്തെ കാരണം? വെളിച്ചപ്പാടത്തെ കണ്ടുപിടിച്ചത്. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് 3-ാമത്തെ കാര്യം എന്ന് പറയുന്ന 1 ദിനവൃത്താന്തം 10:13 ശൗലിനെ കൊല്ലാൻ അതായിരുന്നു നിമിത്തം. ഇപ്പം തട്ടണം, ഇവന് വെളിച്ചപ്പാടത്തികളുടെ പിന്നാലെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇത് വളരെ അക്മിനേഷനാണ്. നമ്മള് ആ മറ്റു ഭാഗങ്ങളില് ആവർത്തന പുസ്തകം 18:10 തൊട്ട് 14 വരെയുള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ സമയം നോക്കുന്നതിനെ കുറിച്ച് വരെ ഇത് പറയുന്നുണ്ട്. ചില വിശ്വാസികൾ നോക്കുന്നവരാണ്. നല്ല സമയം, രാഹു സമയം, ആ സമയം, ഈ ദിവസം, ആ ദിവസം എന്നൊക്കെ പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലും ദൈവത്തിന് ഏറ്റവും വിരോധമുള്ളതാണ്. അങ്ങനെ ഉള്ളവരെ കൊന്നുകളയണമെന്നുള്ളതാണ് ദൈവിക പ്രമാണം. നമുക്ക് ഇന്നിനി അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പുതിയൊരു വിഷയത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തില് നമുക്ക് എന്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയും? നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മള് പലപ്പോഴും നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തില് വെറും ജഡികരല്ലേ? എന്നെക്കാളും നല്ല ലൗകിക മനുഷ്യർ എൻ്റെ ചുറ്റുമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു ദുരന്തമാണ്. അല്ല, ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് നടക്കുമ്പോഴേ ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലേ? ഐ എം എ ഡിബക്കിൾ. ഞാനൊരു ദുരന്തമാണ്, ഞാനൊരു ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കില്ല. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഞാന് ആത്മഫലങ്ങള് ആത്മഫലങ്ങൾ വിളയുമ്പോൾ ആ മരം തനിയെ കുനിയുന്നത് പോലെ ആത്മഫലങ്ങള് നിറഞ്ഞ് മരം ചാഞ്ഞു നിൽക്കുന്നതും ആത്മഫലങ്ങള് നിറയുന്നവരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാനൊരു ജഡികനാണെങ്കിൽ അനേകരെ ഞാൻ സഭയിൽ വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ എൻ്റെ അടുത്ത തലമുറയെ നരകത്തിലേക്ക് അയക്കുന്ന, ഒരുപക്ഷെ അവരെ നിരീശ്വരവാദികളാക്കുന്ന പിശാചിന്റെ ഏജന്റാണ് ഞാന്. ഒരുപക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ജഡികനായിരിക്കാം. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ ക്രിസ്തീയ ജീവിതത്തില് ആത്മഫലങ്ങൾ നിറഞ്ഞിരിക്കുന്നുവോ? എൻ്റെ ആത്മാവ് വീക്കായി പോയോ?
ആത്മാവ് പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുവോ? എന്റെ മനസ്സും എന്റെ മറ്റു ഘടകങ്ങളും ഈ ആത്മാവിനെ വകവെക്കാത്ത ഒരവസ്ഥയാണോ? ഒരു പക്ഷെങ്കില് കൊച്ചിലെ തൊട്ട് രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട് ഈ ആത്മാവിന് ആഹാരം പട്ടിണി കിട്ടതായിരിക്കും. എനിക്ക് പരിചയമുള്ള ഒരാള് വീട് മാറിപ്പോയപ്പോഴ് പട്ടിയെ അവിടെ കെട്ടിയിട്ടിട്ട് പോയി, കുറെ ആഹാരമൊക്കെ കൊടുത്തിട്ട് പോയി. അവര് വരാമെന്ന് വിചാരിച്ച ദിവസത്തെ വന്നെത്താനായിട്ട് കഴിഞ്ഞില്ല. അവര് തിരിച്ചെത്തിയപ്പോഴ് ആ പട്ടി എല്ലും കൂടമായിട്ട് അവിടെ കിടക്കുന്നു കണ്ടു. അതിന്റെ പേരിൽ അവർക്കെതിരെ കേസെടുത്തു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ ആ എല്ലുംകോലമായ പട്ടിയെ പോലെ നമ്മള് ക്ഷാമത്തില് ഇട്ടിരിക്കുകയാണോ? പട്ടിണിക്ക് ഇട്ടിരിക്കുകയാണോ? നമ്മുടെ ആത്മാവിന്റെ ശബ്ദം വെളിയിൽ കേൾക്കാനായിട്ട് കഴിയുന്നില്ലേ? നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളും നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സും അനുഭൂതി അതിശക്തമാകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെയും മനസാക്ഷിയുടെയും ചോദനങ്ങള് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും നമ്മുടെ ജഡത്തിന്റെ ഇഷ്ട നമ്മൾ പാപകരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണോ? സഭാരംഗങ്ങൾ പോലും ഇതുപോലെയുള്ള ജഡികന്മാരുടെ കേളീരംഗങ്ങളാണ്. സഭകള് അധപ്പതിക്കുന്ന, മുരടിച്ചു പോകുന്ന അവസ്ഥയിലേക്കായി തീരുവാനായിട്ട് ഇടയാകുന്നുവോ? നമ്മളെ തന്നെ ഒരു വിചിന്തനത്തിന് വിധേയമാക്കാം. ഈ രാത്രിയിൽ നമ്മളെ തന്നെ ദിവസങ്ങളിൽ പരിശോധിക്കാം. ഞാനൊരു ആത്മീകനോ? ഞാനൊരു ജഡികനോ? ഞാനൊരു സ്പിരിച്വൽ മാനോ? കാർണൽ ബിലീവറോ? ഈ രാത്രിയിൽ നമുക്കൊരു തീരുമാനം എടുത്തിട്ട് വേണം പോകാനായിട്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചതിനായിട്ട് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.